ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സേതുമാധവൻ മക്കളെയും മരുമക്കളെയും എല്ലാവരെയും താഴേക്ക് വിളിക്കുകയാണ്. ഈ വീട്ടിലെ ഏറ്റവും സന്തോഷമുള്ള ദിനങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങളുടെ അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എല്ലാ ദിവസവും ഇവിടെ ആഘോഷമായിരുന്നേനെ. ഇവിടെ എനിക്കൊരു പേരക്കുഞ്ഞ് വരാൻ പോകുന്നതിൻ്റെ സന്തോഷം ഇവിടെ ആരുടെയും മുഖത്ത് ഞാൻ കാണുന്നതേയില്ല. 2 മാസം കഴിയുമ്പോൾ ആതിരയുടെ സീമന്തമാണ്. ആ സമയത്ത് അവന്തിക ഗർഭിണിയായതിൻ്റെ സന്തോഷമുള്ള ആഘോഷം കൂടി നമുക്ക് നടത്താം. ഇത് കേൾക്കുന്ന നന്ദൻ വിഷമത്തോടെയും ദേഷ്യത്തോടെയും നിൽക്കുമ്പോൾ സേതു പറയുകയാണ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിന്റെ മുഖത്ത് ഞാനൊരു തെളിച്ചം കാണുന്നതേയില്ല. അതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് എനിക്കറിയാം. അവന്തിക അറിഞ്ഞുകൊണ്ട് തന്നെ ചില തെറ്റുകളെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ നീ ഇനി അവളോട് ക്ഷമിക്കണം. എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ഭാര്യയായി നിന്റെ താലി കഴുത്തിലിട്ട് അവന്തിക ഇവിടെ തന്നെയാണ് ജീവിക്കുന്നത്. നിന്റെ കുഞ്ഞിനെ കുറിച്ചെങ്കിലും ഓർക്കുക. എന്നിട്ട് അവന്തികയോടെല്ലാം ക്ഷമിക്കാനും സേതു പറയുന്നു. തുടർന്ന് സച്ചിയുടെയും അർച്ചനയുടെയും അടുത്തേക്ക് ചെന്നിട്ട് സേതു പറയുകയാണ്, എനിക്കറിയാം നിങ്ങളിപ്പോൾ കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണെന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹങ്ങൾക്ക് അവിടെ ഒരു പ്രാധാന്യവുമില്ല. പക്ഷേ എൻ്റെ കണ്ണടയുന്നതിന് മുമ്പെങ്കിലും നിങ്ങൾ ആ ആഗ്രഹങ്ങൾ ഒന്ന് മാറ്റിവെക്കണം. അത്രയും പറഞ്ഞ് സേതു അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയുടെ കമ്പനിയാണ്. ഇന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ളതിൽ ഒരാൾ ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് അനൂപ് പറയുമ്പോൾ അയാളോട് പോകാൻ പറയാനും സമയം കഴിഞ്ഞെന്ന് പറയാനും നന്ദൻ പറയുന്നു. ഞാൻ എത്ര പറഞ്ഞിട്ടും അയാൾ പോകുന്നതേയില്ല. നന്ദനെ കാണാതെ പോകില്ലെന്നാ പറയുന്നത്. തുടർന്ന് നന്ദൻ ക്യാബിനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ധനുഷായിരുന്നു ഉണ്ടായിരുന്നത്. 10 മണിക്കത്തെ ഇന്റർവ്യൂവിന് 11:30 വന്നാൽ ഞങ്ങൾ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നും പങ്ക്ച്വാലിറ്റി പ്രധാനമാണെന്നും നന്ദൻ പറയുന്നു. ഇത് കേൾക്കുന്ന ധനുഷ് തിരിയുമ്പോൾ ധനുഷിനെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് നന്ദൻ. തുടർന്ന് നന്ദൻ അനൂപിന് ധനുഷിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. തൽക്കാലം ഇവിടെ വേക്കൻസി ഒന്നുമില്ല, വേക്കൻസി വരുമ്പോൾ അറിയിക്കാമെന്ന് അനൂപ് പറയുമ്പോൾ എനിക്ക് ഈ ജോലി അത്യാവശ്യമാണെന്നും രാവിലെ ഞാൻ ഇറങ്ങാൻ നേരം ഇന്നലത്തെ കാര്യത്തിന് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചത് കൊണ്ടാണ് താമസിച്ചതെന്നും ധനുഷ് പറയുന്നു. ധനുഷേ, എനിക്കിപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാനത് പോയി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് നന്ദൻ പുറത്തേക്ക് പോകുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. വിഷമത്തോടെ നിൽക്കുന്ന അർച്ചനയുടെ അടുത്തേക്ക് ആതിര വരികയാണ്. ചേച്ചി, നിങ്ങൾക്കും ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കണ്ടേ? അവന്തികേട്ടത്തിക്ക് മുമ്പെങ്കിലും നിങ്ങൾക്ക് ഒരു കുഞ്ഞ് വേണമായിരുന്നു. എൻ്റെ മോളെ, അതങ്ങനെ മത്സരിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ലല്ലോ എന്ന് അർച്ചന പറയുമ്പോൾ, എന്നാലും എല്ലാവരും ഞാൻ ചേച്ചിയെ ഓവർടേക്ക് ചെയ്തെന്നല്ലേ പറയൂ എന്നൊക്കെ ആതിര പറയുമ്പോൾ അങ്ങോട്ടേക്ക് സ്നേഹ വരികയാണ്. ഈ കാര്യം ഇവരോട് പറഞ്ഞ് ഞാനും മടുത്തു, അതുകൊണ്ട് ഞാൻ ഇനി പറയുന്നില്ല. ഇപ്പോൾ എന്താണെങ്കിലും ആതിരേട്ടത്തിലെ സീമന്തവും അവന്തികേട്ടത്തിലെ ആഘോഷവും ഒക്കെ തന്നെ നടക്കട്ടെ. അതിനുശേഷം നമുക്ക് ഇവരുടെ രണ്ടിൻ്റെയും കുഞ്ഞ് വരുന്നതിൻ്റെ ആഘോഷമേ നല്ല ഗ്രാൻഡായി തന്നെ നടത്തണം. അതെ അതെ, അന്നത്തെ ആഘോഷത്തിന് ഞാനും എൻ്റെ കുഞ്ഞും ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ട് ആതിര സ്നേഹയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. കമല മാഷിനോട് പറയുകയാണ്, മാഷെ, ഒരു വിഷമമുള്ള കാര്യമുണ്ട്. ഇന്ന് അവന്തിക നമ്മുടെ അച്ഛന് കുഞ്ഞുങ്ങളുണ്ടാകില്ലെന്ന് പറഞ്ഞ് അവളെ കളിയാക്കിക്കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞെന്ന് മീര വിളിച്ചു പറഞ്ഞു. നമ്മുടെ അച്ഛന് നല്ല വിഷമമായെന്ന്. ഇത് കേൾക്കുന്ന മാഷ് പറയുകയാണ്, നമ്മൾ കരുതിയ പോലെ ഒരു സ്ത്രീയല്ല അവന്തിക. അത് നമുക്കിപ്പോൾ പല പ്രാവശ്യമായിട്ട് മനസ്സിലായല്ലോ. അവന്തിക ഈ അവസരം മുതലെടുക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നതെന്ന് മാഷ് പറയുമ്പോൾ നമ്മുടെ മോളോട് സത്യങ്ങളെല്ലാം നേരത്തെ പറയേണ്ടതായിരുന്നെന്ന് കമലയും പറയുന്നു. ഇപ്പോൾ തൽക്കാലം കുഞ്ഞു വേണ്ടതാണത്രേ അച്ചുവും സച്ചിയും പറയുന്നത്. അതേസമയം അങ്ങോട്ടേക്ക് അനൂപും ആവണിമോളും വരികയാണ്. അനൂപിനെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് കമലയും മാഷും. അമ്മ, ഞാൻ വന്നതുകൊണ്ടാണ് നിർത്തിയതെങ്കിൽ അമ്മ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. അമ്മ ഇത് പറയാത്തത് വലിയ മോശം കാര്യം തന്നെയാണ്. അമ്മ ഇനി അവരെ ന്യായീകരിക്കാനൊന്നും നിൽക്കണ്ട. ഇപ്പോഴൊരു കുഞ്ഞു വേണ്ടെന്ന് അവരെടുത്ത തീരുമാനം തെറ്റാണെന്ന് അമ്മ അങ്ങോട്ട് പറയണം. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. എല്ലാവരും ആഹാരം കഴിക്കാൻ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അജയൻ്റെ കാര്യം പറയുകയാണ് സേതു. അതിനുശേഷം സേതു പറയുകയാണ്, നമ്മുടെ കൂടെ നിന്ന് ചതിക്കുന്നവരെ നമ്മൾ ഒരിക്കലും നിയമത്തിന് വിട്ടുകൊടുക്കരുത്. പിന്നെ അവരെ എന്ത് ചെയ്യണമെന്ന അച്ഛൻ പറയുന്നതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ അവരെ നമ്മൾ തന്നെ കൊല്ലണമെന്ന് സേതു പറയുന്നു. അവര് നമ്മളോട് ചെയ്ത തെറ്റുകൾ ഓരോന്നായി പറഞ്ഞ് അവരെ ഇഞ്ചിഞ്ചായി കൊല്ലണം എന്നൊക്കെ സേതു പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.